എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പിച്ചാവരം കണ്ടൽ വനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? പിച്ചാവരം കണ്ടൽ വനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്. തമിഴ്നാടാണ് പിച്ചാവരം കണ്ടൽ വനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കാഞ്ഞിരംകുളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്? കാഞ്ഞിരംകുളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. കൊല്ലേരു തടാകം, തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രമായ കൊല്ലേരു തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കൊല്ലേരു തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് കൊല്ലേരു തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. മേഘമലൈ കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ശ്രീവില്ലിപുത്തൂർ മേഘമലൈ കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്. വെള്ളക്കടുവ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? വെള്ളക്കടുവ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുകുന്ദ്പൂർ മധ്യപ്രദേശിലാണ്. മുകുന്ദ്പൂർ മധ്യപ്രദേശ്. ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഒന്നുകൂടി, പിച്ചാവരം കണ്ടൽ വനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. കാഞ്ഞിരംകുളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. കൊല്ലേരു തടാകം, തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രമായ കൊല്ലേരു തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ശ്രീവില്ലിപുത്തൂർ മേഘമലൈ കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. വെള്ളക്കടുവ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുകുന്ദ്പൂർ മധ്യപ്രദേശ്. ഇന്ത്യയിലെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. അതിനോടനുബന്ധമായ ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കണ്ടൽ വനങ്ങളും അതിനോടനുബന്ധമായ ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഷ്ടി പദ്ധതി. മിഷ്ടി പദ്ധതി. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന വനം? കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന വനം സൈലന്റ് വാലി. സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകൾ കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? സിംഹവാലൻ കുരങ്ങുകൾ കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? സൈലന്റ് വാലി. സൈലന്റ് വാലി പാലക്കാട് ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം, ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ഏത്? നെല്ലൂർ ടാമറിൻ ഗ്രൂവ്. നെല്ലൂർ ടാമറിൻ ഗ്രൂവ്. കണ്ടൽ തീം പാർക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം ഏത്? കണ്ടൽ തീം പാർക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം ഏത്? കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി. ഒന്നുകൂടി, കണ്ടൽ വനങ്ങളും അതിനോടനുബന്ധമായ ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഷ്ടി പദ്ധതി. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന വനം സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകൾ കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? സൈലന്റ് വാലി പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം, ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ഏത്? നെല്ലൂർ ടാമറിൻ ഗ്രൂവ്. കണ്ടൽ തീം പാർക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം ഏത്? കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതിയാണ്? പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഡോക്ടർ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം എത്ര ശതമാനം ഭൂമിയാണ് പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കിയിരിക്കുന്നത്? ഡോക്ടർ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം എത്ര ശതമാനം ഭൂമിയാണ് പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കിയിരിക്കുന്നത്? 37%. 37%. ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത്? ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 23. ഐക്യരാഷ്ട്രസഭ ലോക ജലദിനമായി ആചരിക്കുന്നത്? ഐക്യരാഷ്ട്രസഭ ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22. മാർച്ച് 22. ഒന്നുകൂടി, പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഡോക്ടർ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം എത്ര ശതമാനം ഭൂമിയാണ് പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കിയിരിക്കുന്നത്? 37%. ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 23. ഐക്യരാഷ്ട്രസഭ ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.
ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.